സൊണാലി നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വേൾഡ് കൊണ്ടുവന്ന് ഇട്ടേക്കണേ. സൊണാലി നാടൻ. അപ്പോൾ ഇതുങ്ങളുടെ വിശേഷങ്ങളാണ്. ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു ദിവസമായിട്ടുള്ളൂ കേട്ടോ. ഒരു ദിവസം ഇന്ന് കാലത്ത് കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ്. സൊണാലി നാടൻ കാണാൻ നല്ല ഭംഗിയുള്ള കോഴികളാണെന്നാണ് പറയണത്. ഇത് മുട്ട ഉൽപ്പാദനവും കൂടുതലുള്ള കോഴികളുണ്ട്. 100-200 മുട്ടയൊക്കെ ഒരു വർഷത്തിലിടുമെന്നാണ് പറയണത്. അപ്പോൾ സൊണാലി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് കൊണ്ടുവന്നത്. ഡേ വേൾഡ് കുഞ്ഞുങ്ങൾ ചിക്സിന് കൊണ്ടുവന്നത് ഏകദേശം 30-30 ഉണ്ട് ഇതിനകത്ത്. ഇപ്പം തന്നെ കാണാൻ നല്ല രസമാണ് കുഞ്ഞുങ്ങളൊക്കെ. ചിലതിനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള കുഞ്ഞുങ്ങളെ കാണാനായിട്ട്. പുള്ളി പോലെയുള്ളതുണ്ട്. വരയുണ്ടാവും. പിന്നെ തലയിലൊക്കെ വരയുണ്ടാവും. ഫയോമിയുടെ ഏകദേശം അതുപോലെയൊക്കെ തന്നെ സാമ്യമുള്ള കോഴികളാണ് ഈ സൊണാലി നാടൻ. കുഞ്ഞു മുട്ടയായിരിക്കും ഇതിൻ്റെ. നമ്മൾ സാധാരണ നാടൻ കോഴിയുടെ മുട്ട പോലെ തന്നെ മുട്ടയായിരിക്കും ഫയോമിയുടെ മുട്ട. ഫയോമി എന്ന് പറയുന്നത് സൊണാലി നാടൻ മിക്സ്. ഫയോമിയും സൊണാലി നാടനും ഏകദേശം ഒരേപോലെ ഉണ്ട്. ഫയോമി ഒറ്റ കളറായിരിക്കും എല്ലാം. സൊണാലി നാടൻ എന്ന് പറയുമ്പോൾ കളർ വ്യത്യാസമുണ്ട്. പക്ഷേ ഏകദേശം ഫയോമിയുടെ ഒരേപോലെയൊക്കെ തന്നെ ആയിരിക്കും അതിൻ്റെ ഡിസൈൻ വന്നത്. ബ്രൂഡിങ്ങിന് ഇട്ടേക്കാണ്. ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ. ബ്രൂഡിങ് ഉണ്ട്. ഫുഡ് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതുങ്ങൾക്ക് കൊടുക്കുന്നത് പ്രീ സ്റ്റാർട്ടർ. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോയിലർ സ്റ്റാർട്ടർ കൊടുക്കണം. ബ്രോയിലർ സ്റ്റാർട്ടർ കൊടുത്താലാണ് പെട്ടെന്ന് ഗ്രോത്തായി കിട്ടുള്ളൂ, വലുതായി കിട്ടുന്നുണ്ട്. അതൊക്കെ നല്ല കാണാൻ നല്ല ലുക്കായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. തലയിലൊക്കെ ഇരിക്കണതാണ്. വളർന്ന് വരുമ്പോൾ അവിടെ ഇവിടെ ഡിസൈനായിട്ട് വരുന്നത്. നമ്മൾ മരച്ചീളാണ് ഇട്ടേക്കണത്. അടിയിൽ മരത്തിൻ്റെ ചീള്, അതിലാണ് ഈ കിടക്കുന്ന കുഞ്ഞുങ്ങൾ. ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുകയാണ്. കാണാൻ നല്ല രസമാണ്. എല്ലാം കൂടി കൂടി നിൽക്കണവരൊന്നും കാണാൻ പറ്റാത്തതില്ല. എല്ലാം കൂടി നിൽക്കണം അങ്ങനെ വീട്ടിൽ. ചിലതിനെ കാണാൻ നല്ല ക്യൂട്ടാണ്. ഇതിനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ സൊണാലി നാടൻ. ഇത് 5 മാസമൊക്കെ ആകുമ്പോഴേക്കും മുട്ടയിട്ട് കൊടുക്കുന്ന കോഴികളാണിത്. പിന്നെ പൂവനും പിടയൊന്നും ഇത്ര ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഫയോമി എല്ലാം ഒരേ കളർ തന്നെ ആയിരിക്കും. ഫയോമിയും സൊണാലി നാടൻ ഏകദേശം ഒരേപോലെ തന്നെയാണെങ്കിലും ഫയോമി ഒറ്റ കളറായിരിക്കുമല്ലോ എല്ലാം വന്നത്. നമ്മളറിയാം ഫയോമിനെ പലരും കണ്ടുകൊണ്ട് നേരത്തെ നല്ല മാർക്കറ്റുള്ളൊരു പീസായിരുന്നു ഫയോമി കോഴിക്കുഞ്ഞ്. കോഴിയൊക്കെ മുട്ടക്കൊക്കെ ഭയങ്കര വിലയായിരുന്നു. അത് ഫാൻസി ആയിട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് വലിയ മാർക്കറ്റൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ സൊണാലി നാടൻ ഇതുമായിട്ട് വളരെ വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൊണാലി നാടന് പല ഈ കളറിൽ തന്നെ ഡിസൈനിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഫയോമി ഒറ്റ കളറായിരിക്കും. ഇതിൽ തന്നെ വൈറ്റിൽ തന്നെ ഡിസൈൻ ഉണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫയോമി ശരിക്കും ഈ ഐറ്റം ഇതാണ് ഫയോമി. ഇങ്ങനെ ഇരിക്കും ഫയോമി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഫയോമിയുടെ വിശേഷങ്ങളാണ് അടുത്ത വീഡിയോയിൽ വന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. എത്ര മുട്ടയിടും, എത്ര റോക്ക ഇട്ടും, എത്ര എണ്ണം പൂവനുണ്ടാവും, എത്ര പേടയുണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.